Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I'm doing final year MBBS in AIMS Nagpur. In നമ്മൾ NCERTയുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഫ്രം ദി ചാപ്റ്റർ ലിവിംഗ് വേൾഡ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് MCQ ആണ്. MCQയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് as we go from species to kingdom in a taxonomic hierarchy, the number of common characteristics എങ്ങനെ ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. അതായത് നമുക്കറിയാം എന്ത് ദ ഹോൾ ടാക്സോണോമിക് ഹൈറാർക്കി എടുത്ത് നോക്കിയാൽ കിങ്ഡം ആണ് ഏറ്റവും മേലെ ആൻഡ് ഏറ്റവും താഴെ സ്പീഷീസ് ആണ്. ഏറ്റവും ബേസിക് ലെവലിൽ സ്പീഷീസും ഏറ്റവും അസെൻഡിങ് ഓർഡറിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് കിങ്ഡവും ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്പീഷീസ് ടു കിങ്ഡം പോകുമ്പോഴേക്കും നമ്മുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ്? നമുക്കറിയാം സ്പീഷീസിന് കിങ്ഡത്തിലേക്ക് പോകുന്നതോറും നമ്മുടെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കുറഞ്ഞാണ് വരിക. കീപ്സ് ഓൺ ഡിക്രീസിങ്. അതായത് ടാക്സയില് എത്രമാത്രം ലോവർ ലെവലിലാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും? കോമൺ ആയിട്ടുള്ളത് കൂടുതലായിരിക്കും. ആൻഡ് കാറ്റഗറി മേലോട്ട് പോയി ഫൈനലി കിങ്ഡത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ആ കോമണാലിറ്റി കൂടുന്നതുകൊണ്ട് അതിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് പറ്റും? കുറഞ്ഞു വരും. ഇതിന്റെ സെയിം സെന്റൻസ് NCERT കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? 1ന്റെ ആൻസർ വിൽ ഡിക്രീസ്. ഇനി അതിന്റെ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ as we go higher from species to kingdom, the number of common characteristics goes on decreasing. അതായത് lower the taxa, more are the characteristics that the members within the taxon share, and higher the category, greater is the difficulty of determining the relationship to other taxa at the same level. അപ്പൊ അതിന്റെ ആൻസർ will decrease. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് which of the following suffixes used for units of classification in plants indicates a taxonomic category of family? നമ്മള് ഓരോന്നിന്റെ അതായത് ഓരോ കാറ്റഗറി ടാക്സോണോമിക് ഹൈറാർക്കിയിലെ ഓരോ കാറ്റഗറിയുടെയും എന്ത് പഠിച്ചിരുന്നു? സഫിക്സസ് പഠിച്ചിരുന്നു. അപ്പൊ അതിൽ ഫാമിലിയുടെ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഫാമിലിയുടെ സഫിക്സ് ആയിട്ട് വരുന്നത് ACA. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എയിൽസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓർഡറിന്റെ ആണ്. ഓർഡറിന്റെ സഫിക്സിനെയാണ് എയിൽസ് എന്ന് വിളിക്കുക. ആൻഡ് ഓനെ അതായത് ഫോർ എക്സാമ്പിൾ മോണോകോട്ടിലിഡനെ അല്ലെങ്കിൽ ഡൈകോട്ടിലിഡനെ എന്ന് പറയുന്നത് ഓനെ വരുന്ന സഫിക്സ് ആരുടെ ആയിരിക്കും? ക്ലാസിന്റെ ആണ്. ആൻഡ് ACA വരുന്നത് ഫാമിലിയുടെ. ആൻഡ് ഫൈനലി എ അതായത് AE എന്ന് വരുന്നത് ഫൈലത്തിന്റെ ആയിരിക്കും. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ സി. ഇനി ദ ടേം സിസ്റ്റമാറ്റിക്സ് റെഫേഴ്സ് ടു. സിസ്റ്റമാറ്റിക്സിന്റെ മീനിങ് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് NCERT. എന്ത്? അതായത് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാല് കുറെ തരം ഓർഗാനിസംസ് ഉണ്ട്. ആൻഡ് ഓരോ ഓർഗാനിസത്തിലും അതായത് ഡിഫറെന്റ് ഓർഗാനിസംസ് ഉള്ളതുകൊണ്ട് ഡൈവേഴ്സിറ്റിയും കൂടുതലാണ്. ആൻഡ് ഈ ഓരോ ഓർഗാനിസത്തിന്റെയും മറ്റുള്ള ഓർഗാനിസവുമായിട്ടുള്ള സിമിലാരിറ്റിയും ഡിഫറൻസസും നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് ഓൾസോ ഇവർ തമ്മിലെ റിലേഷൻഷിപ്സും പഠിച്ചു. ആൻഡ് ഈ റിലേഷൻഷിപ്സിന് അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്സിനെയും ഡിഫറെന്റ് ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്സിനെയും ഒക്കെ കൂടി നമുക്ക് പഠിക്കുന്നതിനാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സ്റ്റഡി ഓഫ് ഓർഗൻ സിസ്റ്റംസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓർഗൻ സിസ്റ്റത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് എന്താ? ഐഡന്റിഫിക്കേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്രിസർവേഷനും ആയിട്ട് ഒരു ബന്ധവുമില്ല സിസ്റ്റമാറ്റിക്സിനും. തേർഡ് ഓപ്ഷൻ എന്താ? ഡൈവേഴ്സിറ്റി ഓഫ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്സ്. അതെങ്ങനെയാണ്? അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അതായത് ഓർഗാനിസംസ് തമ്മിലുള്ള ഡൈവേഴ്സിറ്റീസും ആൻഡ് അതിന്റെ റിലേഷൻസും പഠിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഫോർത്ത് ഓപ്ഷൻ എന്താ? സ്റ്റഡി ഓഫ് ഹാബിറ്റാറ്റ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻ. ഹാബിറ്റാറ്റ്സിനെ കുറിച്ചൊന്നും അതിന്റെ സ്റ്റഡിയാണെന്ന് നമ്മൾ ഇതുവരെ സിസ്റ്റമാറ്റിക്സിനെ പറഞ്ഞ് പഠിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഓപ്ഷൻ എന്തായി? ഓപ്ഷൻ സി. അതിന്റെ സൊല്യൂഷൻ എന്താണ്? നമുക്കറിയാം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസും ഡൈവേഴ്സിറ്റീസും ആൻഡ് ഓൾസോ ദി റിലേഷൻഷിപ്സ് എമംഗ് ദം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതിനെയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് സിസ്റ്റമാറ്റിക്സ് ഓൾസോ ടേക്സ് ഇൻ ടു അക്കൗണ്ട് evolutionary relationships between organisms.
അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ സി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ജീനസ് റെപ്രസെന്റ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, ഒരു ഇൻഡിവിജ്വൽ പ്ലാന്റിനെ അല്ലെങ്കിൽ ആനിമലിനെയാണോ നമ്മൾ ജീനസ് എന്ന് വിളിക്കുന്നത്? അല്ല. ഇനി കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ഓർ ആനിമൽസിനാണ് ജീനസ് എന്ന് വിളിക്കുന്നത്? അതുമല്ല. തേർഡ് ഓപ്ഷൻ, എ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. നൺ ഓഫ് ദീസും അല്ല. അപ്പൊ ആൻസർ എന്താണ്? സി. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് ജീനസ്? അതായത് നമുക്കറിയാം ഏറ്റവും മേലെ കിങ്ഡം, അതിന്റെ താഴെ ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് ഫൈനലി താഴെ സ്പീഷീസ് വരും. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോ സ്പീഷീസ് എന്ന് മേലോട്ടേക്ക് അതായത് അസെൻഡിങ് ഓർഡറിൽ പോകുമ്പോൾ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് പറ്റും? ഡിക്രീസസ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സ്പീഷീസ് എന്താണ്? ഗ്രൂപ്പ്, സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. അത് അവർ ഇന്റർ റിലേറ്റഡ് ആയിരിക്കും ആൻഡ് ദേ കൻ എന്താണ് ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കും ആൻഡ് അതിലൂടെ അവർക്ക് ഇന്റർബ്രീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന് തൊട്ട് മേലെ വരുന്നതാണ് ഏത് കാറ്റഗറി എന്ന് പറയുന്നത്? നമ്മുടെ ജീനസ് എന്ന് പറയുന്ന കാറ്റഗറി. ആൻഡ് ഈ ജീനസ് എന്ന് പറയുന്ന കാറ്റഗറി എന്താണ്? ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ് ആണ്. അതായത് കുറെ സ്പീഷീസ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതായത് ഡിഫറെന്റ് സ്പീഷീസ്. ആ സ്പീഷീസ് എങ്ങനെയായിരിക്കണം? റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. ആൻഡ് അവരുടെ ഒരു പ്രത്യേകത കൊണ്ട് എന്താ? ദേ ഷുഡ് ഹാവ് മോർ ക്യാരക്ടേഴ്സ് ഇൻ കോമൺ ഇൻ കമ്പാരിസൺ ടു സ്പീഷീസ് ഓഫ് അതർ ജനറ. അത് വേറൊരു ജനറയിലെ സ്പീഷീസിനെ എടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതൽ കോമണാലിറ്റി ഉണ്ടായിരിക്കണം ഒരേ ജീനസിലെ സ്പീഷീസിന്. അതായത് വേറെ വേറെ ജീനസിലെ സ്പീഷീസിനെ കാട്ടിയും കൂടുതൽ സിമിലാരിറ്റീസ് ഒരേ ജീനസിലെ സ്പീഷീസിന് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ സി. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ദ ടാക്സോണോമിക് യൂണിറ്റ് ഫൈലം in the classification of animals is equal to which hierarchical level in the classification of plants. അതായത് ഫൈലം എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഈ ടാക്സോണോമിക് യൂണിറ്റ് ആയ ഫൈലം ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതുമായിട്ടാണ് സിമിലർ? അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു ഫൈലത്തിനെ നമ്മൾ എന്തെന്നും കൂടി വിളിച്ചിരുന്നു? ഡിവിഷൻ എന്നും കൂടി വിളിച്ചിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? പ്ലാന്റ്സിന്റെ കേസിൽ, ആനിമൽസിന്റെ കേസിൽ ആനിമൽസിൽ ഫൈലം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം പ്ലാന്റ്സിൽ ഫൈലത്തിന് സിനോണിമസ് ആയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഡിവിഷൻ. ഇത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ക്ലാസസ് കംപ്രൈസിങ് ആനിമൽസ് ലൈക്ക് ഫിഷസ്, amphibians, reptiles, birds along with mammals constitute the next higher category called phylum. അതായത് ക്ലാസസിന്റെ തൊട്ട് മേലത്തെ ഹൈറാർക്കിയൽ ഓർഡറിലെ കാറ്റഗറിയാണ് ഫൈലം. ആൻഡ് ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ്, ക്ലാസസ് വിത്ത് എ ഫ്യൂ സിമിലർ കാറ്റഗറീസ് ആർ അസൈൻഡ് ടു എ ഹയർ ഡിവിഷൻ കോൾഡ് ഡിവിഷൻ. അതായത് ആനിമൽസിൽ പ്ലാന്റ്സും ആനിമൽസിൽ ഫൈലം എന്നും പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ ഡിവിഷൻ എന്നുമാണ് യൂസ് ചെയ്യുക. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണ്? ബോട്ടാനിക്കൽ ഗാർഡൻസ് ആൻഡ് സുവോളജിക്കൽ പാർക്സ് ഹാവ് 4 ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് എൻഡമിക് ലിവിംഗ് സ്പീഷീസ് ഓൺലി. എന്താണ്? അതിനെയാണ് നമ്മൾ ബോട്ടാനിക്കൽ ഗാർഡനും സുവോളജിക്കൽ പാർക്കിന്റെയും സിമിലാരിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓൺലി എൻഡമിക് സ്പീഷീസ് മാത്രമാണോ അതിലുള്ളത്? അല്ല. ഇനി സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് കളക്ഷൻ ഓഫ് എക്സോട്ടിക് ലിവിംഗ് സ്പീഷീസ് ഓൺലി. അതും തെറ്റായി. അതായത് എക്സോട്ടിക് മാത്രം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി തേർഡ് ഓപ്ഷൻ എന്താ പറയുന്നത്? കളക്ഷൻ ഓഫ് ബോത്ത് എൻഡമിക് ആൻഡ് എക്സോട്ടിക് ലിവിംഗ് സ്പീഷീസ്. അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. സിക്സ്ത് ആൻസർ എന്താണ്? സി. ഇനി ഡി നോക്കുകയാണെങ്കിൽ കളക്ഷൻ ഓഫ് ഓൺലി ലോക്കൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അങ്ങനെയൊന്നുമില്ല. എൻഡമിക്കും എക്സോട്ടിക്കും ആയിട്ടുള്ള എല്ലാ സ്പീഷീസും ബൊട്ടാനിക്കൽ ഗാർഡൻസിലും സുവോളജിക്കൽ പാർക്സിലും നമുക്ക് കാണാൻ പറ്റും. ഇനി സെവൻത് ക്വസ്റ്റ്യൻ, taxonomic key is one of the taxonomic tools in the identification and classification of plants and animals. ഇനി it is used in the preparation of dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാക്സോണോമിക് കീ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ടാക്സോണോമിക് ടൂൾ ആണ്. എന്തിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നമ്മളൊരു പ്ലാന്റിനെ അല്ലെങ്കിൽ ഒരു ആനിമലിനെ പുതിയത് കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പഠിക്കണം, ക്ലാസിഫൈ ചെയ്യണം among various
നമുക്കറിയാം വേരിയസ് ക്ലാസിഫിക്കേഷൻ അതിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതിനെ ക്ലാസിഫൈ ചെയ്ത് വെക്കണം. ഇനി ഇതിന് ഈ ടാക്സോണമി കീന് ഏതിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതില് ഓപ്ഷൻ എ മോണോഗ്രാഫ്സ്, ഓപ്ഷൻ ബി ഫ്ലോറ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആൻഡ് ഡി നൺ ഓഫ് ദീസ്. ഇതില് കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? മോണോഗ്രാഫ്സും ആവാം ഫ്ലോറയും ആവാം. അപ്പൊ ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. ഇനി ആ ടേമിന് ഓരോന്ന് പറയുകയാണെങ്കിൽ ഫ്ലോറ എന്താണ്? അതായത് ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ്. അതായത് ഒരു ഗിവൺ ഏരിയയിൽ തന്നാല് അവിടെ ഏതൊക്കെ തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആക്ച്വലി ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്യണം. എന്താണ് ഓരോ പ്ലാന്റ്സിനും ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഹാബിറ്റാറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. ആൻഡ് ദീസ് പ്രൊവൈഡ് ദി ഇൻഡെക്സ് ടു ദി പ്ലാന്റ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. അത് ഒരു സ്ഥലത്ത് ഏതൊക്കെ തരം പ്ലാന്റ് സ്പീഷീസ് ഉണ്ട്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിന്റെ ഹാബിറ്റാറ്റ് എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് എന്തെടുത്ത് നോക്കിയാൽ മതി? ഈ ഫ്ലോർ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ അതില് ഇതിന്റെ ഹാബിറ്റാറ്റും ഡിസ്ട്രിബ്യൂഷനും കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഇനി ടു ഐഡന്റിഫൈ നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ എൻ ഏരിയ നമ്മൾ ഏത് ടാക്സോണമിക് കീ അല്ലെങ്കിൽ ടൂൾ ആണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ മാനുവൽ എന്ന് പറയുന്ന ടൂൾ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി മോണോഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു മോണോഗ്രാഫ് എടുത്ത് നോക്കിയാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഓൺലി ഓൺ എനി വൺ ടാക്സൺ. അതായത് ഒരു പെർട്ടിക്കുലർ ടാക്സിനെ കുറിച്ച് മാത്രമുള്ള ഡീറ്റെയിൽസ് കണ്ടെയ്ൻ ചെയ്യുന്ന ടാക്സോണമിക് കീനെ നമ്മൾ എന്ത് വിളിച്ചു? മോണോഗ്രാഫ്സ് എന്ന് വിളിച്ചു. ഈ മോണോ എന്നിട്ട് എന്താ? ഓൺലി വൺ. അപ്പൊ വൺ ടാക്സൺ കുറിച്ചുള്ള മാത്രമുള്ള ഡീറ്റെയിൽസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഏതാണ്? മോണോഗ്രാഫ്സ്. അതായത് അതിൽ ഒന്നുകിൽ എനി വൺ ജീനസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി, അതായത് ടാക്സോണമിക് ഹൈറാർക്കിയിലെ ഏതെങ്കിലും ഒരൊറ്റ കാറ്റഗറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാക്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്ത് വെക്കുന്നു. ആൻഡ് ഇതൊക്കെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ഇൻ കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ. അപ്പോ ഒരു പ്ലാന്റിനെ അല്ലെങ്കിൽ ആനിമലിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേരിയസ് ടാക്സോണമിക് കീസ് ഉണ്ട്. അതിൽ നമ്മൾ ഏതൊക്കെ ഇപ്പൊ പഠിച്ചു? ഫ്ലോറ എന്താണെന്ന് പഠിച്ചു. എന്താണ്? നമ്മളൊരു ഫ്ലോറ എടുത്ത് നോക്കിയാൽ അതിൽ എന്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണുള്ളത്? ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ എ ഗിവൺ ഏരിയ. ഇനി നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ആണ് വേണ്ടത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലത്തെ. നമ്മൾ ഏതുപയോഗിക്കും? നമ്മൾ മാനുവൽ ഉപയോഗിക്കും. ഇനി ഏതെങ്കിലും ഒരു ടാക്സിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ നമ്മൾ എന്തെടുത്ത് വായിക്കണം? മോണോഗ്രാഫ്സ് എടുത്ത് വായിക്കണം. ആൻഡ് അവരുടെ ഫംഗ്ഷൻ എന്താണ്? ദേ ഹെൽപ്പ് ഇൻ കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ. ഇനി 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് all living organisms are linked to one another because option A, they have common genetic material of the same type. ഇനി അതുകൊണ്ടാണോ, അതായത് ഒരു കോമൺ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ സെയിം ടൈപ്പ് ഉള്ളതുകൊണ്ടാണോ എല്ലാ ഓർഗാനിസംസും ലിങ്ക്ഡ്? ഒന്നാമത്തെ കാര്യം എന്താണ്? ആ സെന്റൻസ് തെറ്റാണ്. കോമൺ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല. ചിലരുടെ DNA ആണ്, ചിലരുടെ RNA ആണ്. അപ്പൊ സെയിം ടൈപ്പിലുള്ള കോമൺ മെറ്റീരിയൽ ഒന്നും അല്ല. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ദേ ഷെയർ കോമൺ ജനറ്റിക് മെറ്റീരിയൽ ബട്ട് ടു വേരിയിങ് ഡിഗ്രീസ്. അതെന്താണ്? അത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. NCERT-ലെ ആക്ച്വൽ സെന്റൻസ് ആണിത്. അതായത് എല്ലാ ലിവിങ് ഓർഗാനിസംസും ഒന്ന് മറ്റൊന്നിനോട് ലിങ്ക്ഡ് ആണെന്ന് പറയാനുള്ള കാരണം അവർക്ക് ഒരു കോമൺ ജനറ്റിക് മെറ്റീരിയൽ ആണ്, പക്ഷെ സെയിം ടൈപ്പ് അല്ല. എന്താണ്? ബട്ട് ടു വേരിയിങ് ഡിഗ്രീസ് ആണ്. ഇനി ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് എന്താ? ഓൾ ഹാവ് കോമൺ സെല്ലുലാർ ഓർഗനൈസേഷൻ. അങ്ങനെ കോമൺ സെല്ലുലാർ ഓർഗനൈസേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ്, അതും തെറ്റ്. അപ്പോ അതിന്റെ ആൻസർ എന്തായി? ഓപ്ഷൻ ബി. NCERT-ലെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? എല്ലാ ജീവജാലങ്ങളും, അതായത് ഓൾ ലിവിങ് ഓർഗാനിസംസ് പ്രസന്റ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആർ ലിങ്ക്ഡ് ടു വൺ അനദർ ബൈ ദി ഷെയറിംഗ് ഓഫ് കോമൺ ജനറ്റിക് മെറ്റീരിയൽ ബട്ട് ടു വേരിയിങ് ഡിഗ്രീസ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായി? ഓപ്ഷൻ ബി. ഇനി 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു ഡിഫൈനിങ് ക്യാരക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഫൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സെപ്ഷനും ഇല്ലാണ്ട് ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അതായത് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ലിവിങ് ഓർഗാനിസംസിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഒരൊറ്റ നോൺ ലിവിങ് ഓർഗാനിസംസിനും ഈ ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഓപ്ഷൻ എ ഗ്രോത്ത്. ഗ്രോത്ത് എങ്ങനെയാണോ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. ചില നോൺ ലിവിങ് തിങ്സ്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു റോക്ക് എടുക്കാണ്, ആ റോക്ക്
കുറെ കാലം കഴിഞ്ഞ് നോക്കിയാൽ അതേ സൈസിൽ തന്നെ ആയിരിക്കും. നമുക്ക് അതിനെ എക്സ്ട്രിൻസിക് ഗ്രോത്ത് കാണാൻ പറ്റും. എക്സ്ട്രിൻസിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ, അതിങ്ങനെ സോയിലും അതിന്റെ സറൗണ്ടിങ്സിനും കടന്ന് അക്യൂമുലേഷൻ ഓഫ് പാർട്ടിക്കിൾസ് അതിന്റെ മേലെ വന്നിട്ടുണ്ടാവും. ആൻഡ് ഈ അക്യൂമുലേഷൻ ഓഫ് പാർട്ടിക്കിൾസ് കാരണം അതിന്റെ സൈസ് മുന്നത്തിനെക്കാട്ടിയും കുറച്ച് കൂടാം. അപ്പൊ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? എക്സ്ട്രിൻസിക് ഗ്രോത്ത് എന്ന് വിളിച്ചു. ആൻഡ് അതുകൊണ്ട് തന്നെ നോൺ ലിവിങ് ഒബ്ജക്ട്സിൽ കാണുന്നതുകൊണ്ട് ഗ്രോത്തിനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല ഒരു ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട്. ഇനി എബിലിറ്റി ടു മേക്ക് സൗണ്ട്, ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ഡിസ്കസേ ചെയ്തിട്ടില്ല ദ ഹോൾ ചാപ്റ്ററിൽ. അതായത് എബിലിറ്റി ടു മേക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ലിവിങ് ഓർഗാനിസംസ് ആണ്. ആൻഡ് ഒരു നോൺ ലിവിങ് ഓർഗാനിസത്തിനും സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇലകളൊക്കെ ചിലപ്പോൾ കാറ്റിലൊക്കെ ആടി ചിലപ്പോൾ സൗണ്ട് ഉണ്ടാക്കും. അതും എന്ന് പറഞ്ഞാൽ അതായത് ഒരു നോൺ ലിവിങ് ഓർഗാനിസത്തിലും അങ്ങനെ എബിലിറ്റി ടു മേക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ റോക്സ് തമ്മിൽ റോക്സ് ആക്ച്വലി എന്താണ്? നോൺ ലിവിങ് ആണ്, അതിന് ലൈഫ് ഉണ്ട് നമുക്ക് പറയാറില്ല. ആൻഡ് ഈ റോക്സ് ചിലപ്പോൾ സൗണ്ട് ഉണ്ടാക്കി എന്ന് വെച്ചാൽ അതായത് എന്തെങ്കിലും കാരണവശാൽ എക്സ്പ്ലോഷനോ എന്തെങ്കിലും ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ലിവിങ് ആണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? റീപ്രൊഡക്ഷനും ഒരു ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഇതെങ്ങനെയാണ്? ഈ റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആര് മാത്രമേ കാണിക്കുള്ളൂ? ലിവിങ് ഓർഗാനിസംസ് മാത്രമേ കാണിക്കുള്ളൂ. ആൻഡ് ഒരൊറ്റ നോൺ ലിവിങ് ഓർഗാനിസംസും കാണിക്കില്ല. ആൻഡ് അതിന് എക്സെപ്ഷനും ഇല്ല. അപ്പൊ അതിന്റെ ആൻസർ എന്തായി? ഓപ്ഷൻ ഡി. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താ? അതൊരു ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദി ഫോളോയിങ് ആൻഡ് ചൂസ് ദി ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. പല രീതിയിലുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോ ഇതില് ഫസ്റ്റ് നമുക്ക് അറിയുന്നത് ചെയ്യാം. ഏറ്റവും ബേസിക് ലെവൽ, അതായത് ഏതാണ്? സ്പീഷീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പീഷീസ് ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് സ്പീഷീസ്? നമുക്കറിയാം ട്യൂബറോസം. ട്യൂബറോസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്പീഷീസ് ആണ്. സോളാനം ട്യൂബറോസം എന്നാണ് അതിന്റെ പേര്. അപ്പൊ സോളാനം എന്തായിട്ട് വരും? ജനറി ആയിട്ടും ട്യൂബറോസ് എന്ന് പറയുന്നത് സ്പീഷീസ് ആയിട്ടും വരും. അപ്പോ ഡി സ്റ്റാൻഡ്സ് ഫോർ 1 നമുക്ക് കിട്ടി. ഇനി ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാമിലി ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫാമിലി? നമുക്കറിയാം ഫാമിലിന്റെ ലാസ്റ്റ് ACA വെച്ചാണ് എൻഡ് ചെയ്യുന്നത്. ഇതിൽ ACA വെച്ച് എൻഡ് ചെയ്യുന്നത് 5th ഓപ്ഷൻ ആണ്. അപ്പോ A സ്റ്റാൻഡ്സ് ഫോർ 5 എന്ന് പറയാൻ പറ്റും. ഇനി ബി കിങ്ഡം. ഇതിൽ ഏതാണ് കിങ്ഡം? നമുക്കറിയാം നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത് കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയെ. ഇതിൽ പ്ലാന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ബി എന്തായിരിക്കും? 4th ഓപ്ഷൻ. ഇനി സി ഓർഡർ ഏതാണ്? നമുക്കറിയാം ഓർഡർ എൻഡ്സ് വിത്ത് എയിൽസ്. അപ്പൊ ഇതിൽ എയിൽസ് പോളിമോണിയൽസ് ഉണ്ട്. അപ്പൊ സി എന്തായിട്ട് വരും? 2 ആയിട്ട് വരും. ആൻഡ് ഡി നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്പീഷീസ്, നമ്മൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്തു ട്യൂബറോസം സ്പീഷീസ് ആണെന്നുള്ള കാര്യം. ഇനി ഈ എന്തായിട്ട് വരും? ജീനസ്. ഇതിൽ ഏതാണ് ജീനസ്? ആദ്യമേ പറഞ്ഞിരുന്നു 3rd ഓപ്ഷൻ ആയ സോളാനം ജീനസ് ആണ്. അപ്പോ ഇതിന് ഡി ABCDE നോക്കുകയാണെങ്കിലും ഡി എന്തായിരിക്കും? A5 B4 C2 D1 E3 5 4 2 1 3 ഓപ്ഷൻ എ. അപ്പൊ അതിന്റെ ആൻസർ എന്തായി? ഓപ്ഷൻ എ. ഒരു 2 മിനിറ്റിന്റെ ബ്രേക്ക് എടുത്ത് നമ്മൾ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ഇനി നെക്സ്റ്റ് ഏതാണ്? വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് Linnaeus is considered as father of taxonomy. ഇനി name 2 other botanists known for their contribution to the field of plant taxonomy. പ്ലാന്റ് ടാക്സോണമി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച 2 സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമുക്കറിയാം പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് ഒന്നായിരുന്നു നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇത് കൊണ്ടുവന്ന 2 സയന്റിസ്റ്റിന്റെ പേരാണ് ബെന്തം ആൻഡ് ഹുക്കർ. ബെന്തം ആൻഡ് ഹുക്കറിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സിസ്റ്റം ഓഫ് ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അറിയപ്പെടുന്നത്. അപ്പോൾ 2 സയന്റിസ്റ്റ് ആരൊക്കെയായി? ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൽട്ടൺ ഹുക്കർ. ഇനി അവരുടെ കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ഏത് ബുക്കിലാണ് പബ്ലിഷ് ചെയ്തത്? ജനേറ പ്ലാന്റേറം. അപ്പൊ അതിന്റെ ഓപ്ഷൻ 2 ബോട്ടണിസ്റ്റ് ആരാണ്? ബെന്തം ആൻഡ് ഹുക്കർ. ഇനി വാട്ട് ഡസ് ICZN സ്റ്റാൻഡ്സ് ഫോർ?
നമുക്കറിയാം ICBN-ഉം ICZ എന്നും നമ്മൾ പഠിച്ചിരുന്നു. ആൻഡ് അതിന്റെ ഫുൾ ഫോം എന്തായിട്ട് വരും? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ കപ്ലെറ്റ് ഇൻ ടാക്സോണോമിക് കീ മീൻസ്, അതായത് ടാക്സോണോമിക് കീയില് കപ്ലെറ്റിന്റെ മീനിങ് എന്താണ്? ടാക്സോണോമിക് കീസിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ എന്താണ് പറയാ? കീസ് ആർ ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ കോൾഡ് കപ്ലെറ്റ്. അതായത് ഒരു ക്യാരക്ടറിന് രണ്ട് ഓപ്ഷൻ അവർ വെക്കും. അതായത് എക്സ്ട്രീംലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് വേണ്ടിയിട്ട് അവരെ ഡിസ്ക്രൈബ് ചെയ്യാൻ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഈ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ അവര് ജനറലി ഒരു പെയറിലായിരിക്കും കാണുക. ഈ പെയറിലായതും നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? കപ്ലെറ്റ് എന്ന് വിളിക്കുന്നു. ആൻഡ് ഇതിൽ ബേസിക്കലി എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അതായത് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് രണ്ട് ഓപ്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മളിപ്പോ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യേണ്ട നമ്മുടെ പ്ലാന്റ്. ആൻഡ് നമ്മൾ എന്തുണ്ടാക്കും? ഒരു ചോയ്സ് ഉണ്ടാക്കും. അതായത് ഈ ക്യാരക്ടർ ആണോ അതോ അതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയ മറ്റേ ക്യാരക്ടറിലാണോ ഈ പ്ലാന്റ് കൂടുതൽ സിമിലാരിറ്റി കാണിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇറ്റ് റെപ്രസെന്റ്സ് ദ ചോയ്സ് മെയ്ഡ് ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ് ഓപ്ഷൻസ്. ആൻഡ് ഇതിൽ എന്താണ് നടക്കുക? ദിസ് റിസൾട്ട്സ് ഇൻ അക്സെപ്റ്റൻസ് ഓഫ് ഓൺലി വൺ ആൻഡ് റിജക്ഷൻ ഓഫ് ദി അതർ. അപ്പൊ കപ്ലെറ്റിന്റെ മീനിങ് എന്താന്ന് നമ്മളിപ്പോ പഠിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് എ മോണോഗ്രാഫ്? എന്താണ് ഒരു മോണോഗ്രാഫ്? ഓൾറെഡി നമ്മൾ MCQ പറഞ്ഞിരുന്നു. എന്താണ് ഒരു മോണോ? ആ ടേമിൽ തന്നെയുണ്ട് മോണോ എന്ന് പറഞ്ഞത് സിംഗിൾ. അപ്പോ ഒരു പെർട്ടിക്കുലർ, അതായത് ഓൺലി വൺ ടാക്സൺ, അതായത് ഏതെങ്കിലും ഒരു ജീനസ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു ടാക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഏതിനാണ്? മോണോഗ്രാഫ്സിനാണ്. അതായത് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ സിംഗിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ സിംഗിൾ ടാക്സൺ, അതിനെയാണ് മോണോഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ ഈ കപ്ലെറ്റിന്റെ ആൻസർ ഒന്നും ഇവിടെ ഫില്ല് ചെയ്തോട്ടെ. കപ്ലെറ്റ് ഇൻ ടാക്സോണോമിക് കീ മീൻസ് ഡാഷ് എന്നാണ്. എന്താണ്? എ പെയർ വിച്ച് ഇസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ കപ്ലെറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ അമീബ മൾട്ടിപ്ലൈസ് ബൈ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ. ഇസ് ദിസ് ഫിനോമിന ഗ്രോത്ത് ഓർ റീപ്രൊഡക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് എക്സ്പ്ലെയിൻ. നമുക്കറിയാം അമീബ എന്താണ്? അമീബ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. ആൻഡ് മൈറ്റോസിസ് എന്താണ്? അതായത് ഡിവിഷൻ ഓഫ് എ സെൽ റിസൾട്ടിങ് ഇൻ ടു ടു സെൽസ്, അതായത് ഒരു സെൽ ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായി. ആൻഡ് അവരെങ്ങനെയായിരിക്കും? കംപ്ലീറ്റ്ലി ഐഡന്റിക്കൽ ആയിരിക്കും. അതായത് ഈച്ച് വിത്ത് ദ സെയിം നമ്പർ ഓഫ് ക്രോമസോംസ് ആസ് ദി ഒറിജിനൽ സെൽസ്. അപ്പോ ഒരു സെൽ ഡിവൈഡ് ചെയ്ത് രണ്ടായി. അപ്പോ അമീബ ബീങ് എ സിംഗിൾ സെൽ ഓർഗാനിസം മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. ആൻഡ് ഇതിന് നമുക്ക് ഗ്രോത്ത് എന്നാണോ റീപ്രൊഡക്ഷൻ എന്നാണോ വിളിക്കാൻ പറ്റുന്നതാണ്. ഇനി ഒരു സാധനത്തിന് റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? അതിന്റെ there should be an increase in the number of organism. അപ്പോ ഈ അമീബയില് മൈറ്റോസിസ് വഴി there is an increase in number of organisms. അപ്പൊ നമുക്ക് അതിനെ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഉള്ളതുകൊണ്ട്. ഇനി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അതിന് വളർച്ച ഉണ്ടാവണം. അപ്പോ സിംഗിൾ സെൽ ഓർഗാനിസംസിന്റെ കേസിൽ NCERT പറയുന്നു വി ആർ നോട്ട് വെരി ക്ലിയർ അബൌട്ട് ദി യൂസേജ് ഓഫ് ദീസ് ടു ടേംസ്. ഗ്രോത്ത് എന്നാണോ റീപ്രൊഡക്ഷൻ എന്നാണോ വിളിക്കേണ്ടത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതായത് ഗ്രോത്ത് സിൻക്രണസ് വിത്ത് റീപ്രൊഡക്ഷൻ, ദാറ്റ് ഇസ് ഇൻക്രീസ് ഇൻ നമ്പർ. അതായത് അവരില് ഗ്രോത്തും റീപ്രൊഡക്ഷനും ഇന്റർചേഞ്ചബിളി നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്താ? അവർ സിംഗിൾ സെൽ ഓർഗാനിസംസ് ആയതുകൊണ്ട്. അപ്പോൾ അമീബക്ക് മാത്രമല്ല ഏതൊരു സിംഗിൾ സെൽ ഓർഗാനിസംസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നെങ്കിലും അവരുടെ ഗ്രോത്തും റീപ്രൊഡക്ഷനും സിൻക്രണസ് ആയിരിക്കും. അതായത് ഇന്റർചേഞ്ചബിളി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി സിക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ മെറ്റബോളിസം. എന്താണ്? നമുക്കറിയാം ദ സം ടോട്ടൽ ഓഫ് എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസും, ഏതൊരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ബയോകെമിക്കൽ റിയാക്ഷനും, അതായത് കാറ്റബോളിക് ആണെങ്കിലും ആനബോളിക് ആണെങ്കിലും, അതായത് സിന്തസിസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആവുന്നതും എല്ലാം കൂടി കൂട്ടി വിളിക്കുന്നതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. അപ്പോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ ഓഫ് ഓൾ ബയോകെമിക്കൽ റിയാക്ഷൻസ്
taking place within any living organism to sustain and maintain life. അതാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇനി 7th question, which is the largest botanical garden in the world? Name a few well-known botanical gardens in India. ഏതാണ് ലാർജസ്റ്റ് ബോട്ടാനിക്കൽ ഗാർഡൻ? അതറിഞ്ഞിരിക്കണം. എന്താണ്? ജനറൽ നോളജ് ആണ്. ലാർജസ്റ്റ് ബോട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് റോയൽ ബോട്ടാനിക്കൽ ഗാർഡൻ. അത് എവിടെയാണുള്ളത്? ലണ്ടനിലെ ക്യൂവിലാണ് ഉള്ളത്. ആൻഡ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫ്യൂ വെൽ നോൺ ബോട്ടാനിക്കൽ ഗാർഡൻസ് ഇൻ ഇന്ത്യന് നെയിം ചെയ്യാനാണെങ്കിൽ സഞ്ജയ് ഗാന്ധി ജൈവിക് ഉദ്യാൻ ഇൻ പാറ്റ്ന, ഹൈദരാബാദ് ബോട്ടാനിക്കൽ ഗാർഡൻ, NTR ഗാർഡൻ ഇൻ ഹൈദരാബാദ്, ബോട്ടാനിക്കൽ ഗാർഡൻ സാരംഗ്പൂർ, കബ്ബൺ പാർക്ക് ബാംഗ്ലൂർ. ഇത്രയും ബോട്ടാനിക്കൽ ഗാർഡൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇതിൽ ഏതെങ്കിലും കുറച്ചെണ്ണം, അതായത് 2-3 ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഇനി ഇന്ത്യയിലത്തെ ലാർജസ്റ്റ് ബോട്ടാനിക്കൽ ഗാർഡൻ ഏതാണ്? ഇന്ത്യൻ ബോട്ടാനിക്കൽ ഗാർഡൻ, സിപ്പൂർ, ഹോറ, കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. അതായത് കൊൽക്കത്തയിലെ ഇന്ത്യൻ ബോട്ടാനിക്കൽ ഗാർഡൻ ആണ് ഇന്ത്യയിലത്തെ ഏറ്റവും ലാർജസ്റ്റ് ബോട്ടാനിക്കൽ ഗാർഡൻ. വേൾഡിലെ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? റോയൽ ബോട്ടാനിക്കൽ ഗാർഡൻ ഇൻ ലണ്ടൻ. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബോൾ ഓഫ് സ്നോ, അതായത് ഒരു ബോൾ ഓഫ് സ്നോ ഉണ്ട് ആൻഡ് അത് റോൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? സ്നോ ഇറ്റ് ഇൻക്രീസസ് ഇൻ മാസ്, വോള്യൂം ആൻഡ് സൈസ്. ഇനി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇതിനെ നമുക്ക് ഗ്രോത്ത് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് സ്നോ നമുക്കറിയാം ലിവിങ് ആയിട്ടൊരു സാധനമല്ല. ആൻഡ് ഇത് റോളിംഗ് ഓവർ നടക്കുന്ന സ്നോ വെൻ ഇറ്റ്സ് മാസ്, വോള്യൂം ആൻഡ് സൈസ് ഇൻക്രീസസ്, അതിനെ നമുക്ക് ഗ്രോത്ത് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിലെ ഗ്രോത്ത് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? നമുക്കറിയാം ഈ സ്നോയിന്റെ ഇൻക്രീസ് ഇൻ മാസ്, വോള്യൂം അല്ലെങ്കിൽ സൈസ് ലിവിങ് ഓർഗാനിസത്തിലെ ഗ്രോത്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്താ? സ്നോ ബീങ് എ നോൺ ലിവിങ് ഒബ്ജക്ട്സ്, നമ്മൾ അതിന്റെ ഇൻക്രീസ് ഇൻ ബോഡി മാസ് ഒരു ക്രൈറ്റീരിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ഇതിൽ ആക്ച്വലി നടക്കുന്നത് അക്യൂമുലേഷൻ ആണ്. അതായത് മെറ്റീരിയലിന്റെ അക്യൂമുലേഷൻ ഓൺ ഇറ്റ് സർഫസ്. അതിനെ എന്തെന്നും കൂടി വിളിക്കാം? അക്രീഷൻ എന്നും കൂടി വിളിക്കാം. ഇനി ലിവിങ് ഓർഗാനിസംസിൽ ആക്ച്വലി നടക്കുന്നത് എന്താണ്? ഗ്രോത്ത് ഇസ് ഫ്രം ഇൻസൈഡ്, അതായത് ഇൻട്രൻസിക് ഗ്രോത്ത് ആണ് നടക്കുന്നത്. അല്ലാണ്ട് ഈ സ്നോയിൽ ഇപ്പൊ കാണുന്നത് എക്സ്ട്രൻസിക് ഗ്രോത്ത് ആണ്, അതായത് പുറത്ത് എക്സ്റ്റേണലി നടക്കുന്ന ഗ്രോത്ത്, അതായത് ആക്യൂമുലേഷൻ വഴി നടക്കുന്ന ഗ്രോത്ത്. അപ്പോ അതും ലിവിങ് ഓർഗാനിസംസിലെ ഇൻട്രൻസിക് ഗ്രോത്തും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഒരു ഗിവൻ ഹാബിറ്റാറ്റ് ഉണ്ട് ആൻഡ് അവിടെ എന്തൊക്കെ ഉണ്ട്? 20 പ്ലാന്റ് സ്പീഷീസും 20 ആനിമൽ സ്പീഷീസും ഉണ്ട്. ഇനി ഇതിനെ നമുക്ക് ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് വിളിക്കണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? നമുക്കറിയാം ആദ്യം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ എന്തറിയണം? എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് അറിയണം. എന്താണ്? ദ ടോട്ടൽ ഓഫ് ഓർഗാനിസംസ്, അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കാണുന്ന സം ടോട്ടൽ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി. ആൻഡ് ഡൈവേഴ്സിറ്റി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഡൈവേഴ്സിറ്റി എന്ന ടേം ഉപയോഗിക്കുന്നത് ഒരു ലാർജ് ഏരിയ ഉണ്ട് ആൻഡ് അവിടെ ലിവിങ് ആയിരിക്കാം അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിരിക്കാം. ലിവിങ്ങിനെയോ നോൺ ലിവിങ്ങിനെയോ നമ്മൾ കളക്റ്റീവ്ലി എന്തെന്ന് വിളിക്കും? ഡൈവേഴ്സിറ്റി എന്ന് വിളിക്കും. പക്ഷെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ലിവിങ് ഓർഗാനിസംസിനെ മാത്രമേ വിളിക്കാൻ പറ്റൂ. അപ്പോ ഈ 20 പ്ലാന്റ് സ്പീഷീസിനെയും 20 ആനിമൽ സ്പീഷീസ് നമ്മൾ എന്ത് വിളിക്കണം? വി കൻ കോൾ ദിസ് ആസ് ബയോഡൈവേഴ്സിറ്റി. ആൻഡ് വാട്ട് ഇസ് ബയോഡൈവേഴ്സിറ്റി? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് ഓർഗാനിസംസ് പ്രസന്റ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. അതേസമയം ഡൈവേഴ്സിറ്റി എന്താണ്? ഇറ്റ് ഇസ് ദ ടേം ഫോർ എ ലാർജ് ഏരിയ വിച്ച് മേ ബി യൂസ്ഡ് ഫോർ ലിവിങ് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ്. ഇവിടെ നമ്മൾ ഏതിനെ കുറിച്ചാണ് പറഞ്ഞത്? 20 പ്ലാന്റ് സ്പീഷീസും 20 ആനിമൽ സ്പീഷീസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അതെന്തായിരിക്കും? ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ ICBN എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സിന് ചില കോഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതില് വേരിയസ് ഹൈറാർക്കിയിൽ നമുക്ക് സഫിക്സസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമുക്കറിയാം പ്ലാന്റ്സിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? സ്പീഷീസ് തൊട്ട് സ്പീഷീസ് കഴിഞ്ഞ് ജീനസ് കഴിഞ്ഞ് കുറച്ചും കൂടി വലിയ ഫാമിലി ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഫാമിലി നമ്മൾ എന്ത് വിളിച്ചു? ഓർഡർ.
അതിന്റെ മേലെ ക്ലാസ്, ഡിവിഷൻ ആൻഡ് കിങ്ഡം. ഇതിന്റെ സഫിക്സസ് പറയുകയാണെങ്കിൽ കിങ്ഡത്തിന് നമുക്കൊരു പെർട്ടിക്കുലർ സഫിക്സ് പറഞ്ഞിട്ടില്ല. ഇതേപോലെ തന്നെ പെർട്ടിക്കുലർ സഫിക്സ് ഇല്ലാത്ത 3 കിങ്ഡം, ജീനസ് ആൻഡ് സ്പീഷീസ്. ബാക്കിയുള്ളതിന് നമ്മൾ ഓരോ സഫിക്സസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഡിവിഷൻ എന്താണ്? ഡിവിഷനെ നമുക്ക് ഐദർ ഫൈറ്റ അല്ലെങ്കിൽ സ്പെർമി എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ? സ്പെർമറ്റോഫൈറ്റ, താലോഫൈറ്റ, ടെറിഡോഫൈറ്റ. ഇത്തരം തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ്? ഡിവിഷന്റെ താഴെയാണ് വരുന്നത്. ഇനി ക്ലാസ് എന്താണ്? നേ അല്ലെങ്കിൽ ഓപ്സിഡ. ഫോർ എക്സാമ്പിൾ മോണോകോട്ടിലിഡനെ, ജിംനോസ്പെർമെ, ഡൈകോട്ടിലിഡനെ. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ക്ലാസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ഓർഡറിന്റെ സഫിക്സ് എന്താണ്? എയിൽസ്. ഇനി എക്സാമ്പിൾ ആസ്റ്ററെയിൽസ്, റോസെയിൽസ്, ഫാബെയിൽസ്. ഇനി ഫാമിലി എന്തായിട്ട് വരും? ACA. എക്സാമ്പിൾ ആസ്റ്ററേസിയെ, റോസേസിയെ, ഫാബേസിയെ. ജീനസിനും സ്പീഷീസിനും കിങ്ഡത്തിനും എങ്ങനെയാണ്? പ്രത്യേകിച്ച് സഫിക്സസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി 4th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്ലാന്റ് സ്പീഷീസ്, അതായത് ഒരു പ്ലാന്റ് സ്പീഷീസിന് ഡിഫറെന്റ് മോർഫോളജിക്കൽ വേരിയേഷൻസ് കാണാൻ പറ്റും ഇൻ റെസ്പോൺസ് ടു ഡിഫറെന്റ് ഓൾട്ടിറ്റ്യൂഡ്സ്. അതായത് ഓൾട്ടിറ്റ്യൂഡ്സിന്റെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് ഒരേ പ്ലാന്റിന് സ്പീഷീസിന് തന്നെ പല പല രീതിയിലുള്ള മോർഫോളജിക്കൽ, അതായത് എക്സ്റ്റേണലി കാണുന്ന വേരിയേഷൻസ് കാണാൻ പറ്റും. ആൻഡ് ഇനി ഈ പ്ലാന്റ്സിനൊക്കെ, അതായത് മോർഫോളജിക്കൽ വേരിയേഷൻസ് ഉള്ള ഈ പ്ലാന്റ്സിനൊക്കെ നമ്മൾ സിമിലർ കണ്ടീഷൻസ് ഓഫ് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്ത് വളർത്താണെങ്കിൽ ഈ വേരിയേഷൻസ് ഡിസപ്പിയർ ചെയ്ത് എല്ലാ വേരിയൻസിനും കോമൺ മോർഫോളജി ഉണ്ടാവും. ഇനി ഇത്തരത്തിലുള്ള വേരിയൻസിനെ എന്താണ് വിളിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്താണ്? ഇത്തരത്തിലുള്ള വേരിയേഷനെ നമ്മളൊരു ടേം കൊടുത്തു. ആ ടേം ആണ് ഇക്കോടൈപ്സ്. അതായത് ഇൻ റെസ്പോൺസ് ടു ഓൾട്ടിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്, പ്ലാന്റ്സിൽ, അതായത് ഒരേ സ്പീഷീസിലുള്ള പ്ലാന്റ്സിൽ കാണുന്ന ചേഞ്ചസ് ഇൻ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിന് നമ്മൾ ഇട്ടുകൊടുത്ത പേരാണ് ഇക്കോടൈപ്പ്. ആ ടേം ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഹെർബേറിയം ഷീറ്റ്സ് പ്രിപ്പയർ ചെയ്യുക? ആൻഡ് ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ഡിഫറെന്റ് ടൂൾസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഈ പ്രിസർവ്ഡ് പ്ലാന്റ് മെറ്റീരിയൽ എവിടെ ഉണ്ടാവും? ഒരു ഹെർബേറിയം ഷീറ്റിൽ ഉണ്ടെന്ന് വിചാരിക്കും. അതിൽ ആ ഹെർബേറിയം ഷീറ്റിൽ പ്രൊവൈഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് പഠിക്കണം? എങ്ങനെയാണ് ഒരു ഹെർബേറിയം ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേപ്പർ കട്ട് ചെയ്യണം. ആൻഡ് ഡിസൈഡ് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് അവര്. എങ്ങനെ? 29 into 41 സെന്റിമീറ്റർ. അതായത് ഫോർ എക്സാമ്പിൾ ഇമാജിൻ ചെയ്യുക, നമ്മളൊരു ബോട്ടാനിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്ലാന്റ്സിനെ കാണാൻ വേണ്ടി പോവാണ്. ഇനി അവിടെ കണ്ടൊരു പ്ലാന്റിനെ നമുക്ക് ഹെർബേറിയം ഷീറ്റ് ആയിട്ട് ഉണ്ടാക്കണം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഒരു പേപ്പർ എടുക്കും. ആ പേപ്പറിന്റെ ലെങ്ത് എന്താണ്? 29 സെന്റിമീറ്റർ into 41 സെന്റിമീറ്റർ. ഇനി നമ്മുടെ കയ്യിൽ പേപ്പർ ഉണ്ട്. ഇനി ഏത് പ്ലാന്റിന്റെ ആണോ ഹെർബേറിയം ഉണ്ടാക്കേണ്ടത് അതിന്റെ ആ സ്പെസിമെൻ എടുക്കുക, അല്ലെങ്കിൽ ആ പ്ലാന്റ് എടുക്കാം. ആൻഡ് ആ പ്ലാന്റിനെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിനെ ഡ്രൈ ചെയ്യണം. ഇനി ഇതിപ്പോ ഡ്രൈഡ് പ്ലാന്റ് ആയെന്ന് വിചാരിക്കും. ഈ ഡ്രൈഡ് പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്മൾ എടുത്ത പേപ്പറിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്ലൂ. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലൂവോ പശ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഈ ഹെർബേറിയം ഷീറ്റിലും ഈ ഡ്രൈഡ് സ്പെസിമെനെ നമ്മൾ സ്റ്റിക്ക് ചെയ്തു. ആൻഡ് ഈ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സെല്ലോ ടേപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമ്മൾ കുറെ ലേബിൾസ്, അതായത് ഇത് എവിടെയാണ് കണ്ടത്, എങ്ങനെയാണ് കണ്ടത്, ഇതിന്റെ പേരെന്താണ്, അങ്ങനെയുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഡേറ്റ്, പ്ലേസ്, ടൈം, ഇത്രയും കാര്യങ്ങളും കുറച്ച് ലേബിൾസും നമ്മൾ ഏതിന്റെ താഴെ എഴുതണം? ഈ പ്ലാന്റിന്റെ താഴെ എഴുതണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിനെ കളക്ട് ചെയ്യാനുള്ള കളക്ടിങ് ടൂൾസ് എന്തൊക്കെയാണ്? അതായത് ഡിഫറെന്റ് ടൂൾസ് യു ക്യാരി വിത്ത് യു വൈ കളക്ടിങ് പ്ലാന്റ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഹെർബേറിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ വരും? ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഡിഗർ, അതായത് കുഴിക്കുന്നതിനുള്ള ആവശ്യമുള്ള സാധനം. നൈഫ്, സിസേഴ്സ്, ന്യൂസ് പേപ്പർ, ബ്ലോട്ടിംഗ് ഷീറ്റ്, പ്ലാന്റ് പ്രസ്. പ്ലാന്റ് പ്രസ് ഒക്കെ എന്താണ്? നമുക്കറിയാം ഹെർബേറിയം ഷീറ്റിലെ പ്ലാന്റ് ഡ്രൈഡും പ്രസ്ഡും ആയിരിക്കണം, അതായത് മാക്സിമം തിൻ ഔട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി. ഇനി നോട്ട്ബുക്ക്, മാഗ്നിഫൈങ് ഗ്ലാസ്, ഇത്രയും കാര്യങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ഹെർബേറിയം ഷീറ്റിലുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? അതായത് എന്തൊക്കെ ഇൻഫർമേഷൻസ് നമ്മളിവിടെ എഴുതി പിടിപ്പിക്കണം? എന്താണ്? ഫസ്റ്റ് സയന്റിഫിക് നെയിം ഓഫ് ദ സ്പെസിമെൻ.
രണ്ടാമത്തത് ടാക്സണോമിക് ഡീറ്റെയിൽസ്, അതായത് അതിന്റെ ജനറ എന്താണ്, ബാക്കിയുള്ള സ്പീഷീസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന്റെ കോമൺ നെയിം എന്താണ്, ആൻഡ് അതിൽ കളക്ട് ചെയ്ത ആളുടെ പേര്, അതായത് കളക്ടേഴ്സ് നെയിം, പ്ലേസ് ഓഫ് കളക്ഷൻ ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം. ആൻഡ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എൻ ഇൻഫർമേഷൻ വിച്ച് വിൽ ബി പ്രൊവൈഡഡ് ഇൻ എ ഹെർബേറിയം ഷീറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിലില്ലാത്ത ഏതാണോ അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലോറ, ഫോണ ആൻഡ് വെജിറ്റേഷൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഐക്കോണിയ ക്രാസിപ്പസ് is called as an exotic species while Revolvia serpentina is an endemic species in India. What do these terms exotic and endemic refer to? അപ്പൊ ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് എന്താണ് ഫ്ലോറ, എന്താണ് ഫോണ, ആൻഡ് വാട്ട് ഇസ് വെജിറ്റേഷൻ. എന്താണ് നമുക്കറിയാം, ഫ്ലോറ ആക്ച്വലി പ്ലാന്റ്സിന്, അതായത് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ കാണുന്ന, ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം കാണുന്ന പ്ലാന്റ് ലൈഫിന് പറയുന്നതാണ് ഫ്ലോറ. ഇനി ഫോണ എന്താണ്, ദ ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ് ഫൗണ്ട് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ ഓർ ടൈം അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, അതായത് ആനിമൽ ലൈഫ്. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കുക. ഇനി വെജിറ്റേഷൻ എന്താണ്? ഇറ്റ്സ് എ ടേം യൂസ്ഡ് ഫോർ പ്ലാന്റ് ഫോംസ് വിച്ച് ഡു നോട്ട് ഇൻക്ലൂഡ് പെർട്ടിക്കുലർ ടാക്സ അല്ലെങ്കിൽ ബൊട്ടാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരു ഏരിയയിൽ, ഒരു പർട്ടിക്കുലർ റീജിയനിൽ കുറെ പ്ലാന്റ് ഫോംസ് ഉണ്ടെന്ന് വിചാരിക്കും, ഡിഫറെന്റ്, അതായത് ഒരു സെയിം ടാക്സി ആവണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് വേണമെന്നോ കോമണാലിറ്റി വേണമെന്നോ ഒന്നുമില്ല. ഒരു പെർട്ടിക്കുലർ റീജിയനിൽ കാണുന്ന കുറെ പ്ലാന്റ് ഫോംസ് ഉണ്ട്, അതിന് നമ്മൾ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് വെജിറ്റേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എക്സോട്ടിക് സ്പീഷീസ്? എന്താണ്? അതായത് അതിന്റെ നേറ്റീവ് അല്ലാത്ത പുറത്തുനിന്നുള്ള ഒരു സ്പീഷീസിനെ നമ്മൾ വിളിക്കുന്നതാണ്, അതായത് എനി സ്പീഷീസ് ഓഫ് എ പ്ലാന്റ് ലിവിങ് ഇൻ എനി അതർ പ്ലേസ് എക്സെപ്റ്റ് ഇറ്റ്സ് നേറ്റീവ്. അതായത് സ്വയം ഉണ്ടായി വന്ന പ്ലേസ് അല്ല, അതിനെ പറിച്ച് വേറൊറ്റേക്ക് നട്ടു. അങ്ങനെ പറിച്ച് നട്ട ആ സ്പീഷീസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോട്ടിക് സ്പീഷീസ്. അതായത് അതിന്റെ നേറ്റീവ് അവിടെയല്ല. ഇത്രയും കാര്യം അറിയില്ല. അതായത് ഒരു വിദേശി അങ്ങനത്തെ ഒരു ഇതിലാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എൻഡമിക് സ്പീഷീസ് എന്താണ്? വിച്ച് ആർ റെസ്ട്രിക്റ്റഡ് ടു എ പെർട്ടിക്കുലർ ഏരിയ. എൻഡമിക് സ്പീഷീസ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രമേ കാണുള്ളൂ. ആൻഡ് ഇതിന്റെ പുറത്തുള്ള എവിടെയും നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല. അതായത് ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ മാത്രം, അതായത് റെസ്ട്രിക്റ്റഡ് ടു എ പെർട്ടിക്കുലർ ഏരിയ. അപ്പൊ നമ്മൾ ഇത്രയും എന്തൊക്കെ പഠിച്ചു? ഫ്ലോറ എന്താണ്, ഫോൺ എന്താണ്, വെജിറ്റേഷൻ എന്താണ്, എക്സോട്ടിക് സ്പീഷീസ് എന്താണ്, ആൻഡ് ഫൈനലി എൻഡമിക് സ്പീഷീസ് എന്താണെന്ന് പഠിച്ചു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, a plant may have different names in different regions of the country or world. How do botanists solve this problem? നമ്മൾ ചാപ്റ്റർ പഠിച്ചപ്പോ പറഞ്ഞിരുന്നു റീജിയണൽ ഡിഫറൻസ് അനുസരിച്ച് ഓരോ പ്ലാന്റിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമലിന്റെ പേര് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എല്ലാ ഓർഗാനിസത്തിനും ഒരു സയന്റിഫിക് ടേം അല്ലെങ്കിൽ ഒരു സയന്റിഫിക് നെയിം കൊടുക്കുന്ന ആര് തീരുമാനിച്ചു? ബോട്ടണിസ്റ്റ് തീരുമാനിച്ചു. ഫോർ എക്സാമ്പിൾ മാംഗോ ഡിഫറെന്റ് ലാംഗ്വേജസിൽ ഡിഫറെന്റ് പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ എവിടെ പോയാലും മാംഗോന്റെ സയന്റിഫിക് ടേം എന്തായിരിക്കും? മാഞ്ചിഫെറ ഇൻഡിക്ക. അത് എവിടെ പോയാലും ചേഞ്ചും ചെയ്യില്ല, കോമൺ ആയിരിക്കും ചെയ്യും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബ്രിഞ്ചോൾ ആൻഡ് പൊട്ടാറ്റോ ബിലോങ് ടു ദി സെയിം ജീനസ് സൊളാനം ബട്ട് ടു ഡിഫറെന്റ് സ്പീഷീസ്. അതായത് സെയിം ജീനസ് ആണ് പക്ഷെ ഡിഫറെന്റ് സ്പീഷീസ് ആണ്. വാട്ട് ഡിഫൈൻസ് ദം ആസ് സെപ്പറേറ്റ് സ്പീഷീസ്? അതായത് എന്തുകൊണ്ടാണ് അവർ രണ്ട് സ്പീഷീസിലായി പോയെന്നാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നമുക്കറിയാം സ്പീഷീസിന്റെ ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് റീപ്രൊഡക്ഷൻ വേരി ചെയ്യും. ആൻഡ് ഈ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? സെയിം ജീനസിലാണ് പക്ഷെ അവർ ഡിഫറെന്റ് സ്പീഷീസ് ആണ്. ഇനി ഒരേ സ്പീഷീസിലെ ഓർഗാനിസംസ് എങ്ങനെയായിരിക്കും? അവർക്ക് ഇന്റർബ്രീഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടാവണം. ആൻഡ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി ഇന്റർബ്രീഡിംഗ് ഗ്രൂപ്പ്സ് ദാറ്റ് ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം അതർ സച്ച് ഗ്രൂപ്പ്സ്. അതായത് ഡിഫറെന്റ് സ്പീഷീസിലുള്ള ഓർഗാനിസംസ് ഇന്റർബ്രീഡ് ചെയ്യില്ല, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്രൊഡ്യൂസ് ചെയ്യില്ല. ആൻഡ് ബ്രിഞ്ചോളും പൊട്ടാറ്റോയും എങ്ങനെയാണ്? അവർ സെയിം ജീനസിലാണെങ്കിലും
ഡിഫറെന്റ് സ്പീഷീസ് ആണ്. കാരണം എന്താ, അവര് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ആണ്. കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർബ്രീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് അവർ ഡിഫറെന്റ് സ്പീഷീസിലായി പോയത്. ഇനി 9th question, properties of cell organelles are not always found in the molecular constituents of cell organelles. Justify. നമുക്കറിയാം സെൽ ഓർഗനൽസിന് സർട്ടൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആൻഡ് ഇതിന്റെ അതായത് ഈ ഓർഗനൽസിന്റെ ഇന്ററാക്ഷൻ വഴി എന്തുവരും, ഇന്ററാക്ഷൻ വഴി സെൽസ് പതുക്കെ ടിഷ്യൂസ് ആവും. ആൻഡ് അങ്ങനെ ഓർഗനൈസേഷന്റെ ലെവൽ കൂടിക്കൂടി വരും. ആൻഡ് ഇതിന്റെ ഒരു ഹൈറാർക്കി ഉണ്ടാവും, എന്തിന്റെ, ഓർഗനൈസേഷണൽ കോംപ്ലക്സിറ്റിന്റെ. ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ടിഷ്യൂസ്, നമുക്ക് സെൽസിന്റെ, അതായത് കുറെ സെൽസ് കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്, ടിഷ്യൂസ് ഉണ്ടാവുന്നത്. പക്ഷെ ടിഷ്യൂവും സെൽസും സിമിലർ ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ പറ്റും. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് സെല്ലുലാർ ഓർഗനൽസ് അല്ല അതിന്റെ മോളിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസ്. ആൻഡ് ബട്ട് ദേ അറൈസ് ആസ് എ റിസൾട്ട് ഓഫ് interaction among molecular components comprising the organelle. Basically, സെൽസിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇന്ററാക്ഷൻസ് കൊണ്ടാണ് എന്ത് എമേർജ് ചെയ്യുന്നത്, ടിഷ്യൂ എന്ന് പറയുന്ന എൻറ്റിറ്റി എമേർജ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ എങ്ങനെയാ, ഈ സെൽസിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് ടിഷ്യൂസിൽ കാണാൻ പറ്റണമെന്നില്ല. ദിസ് ഫിനോമിനൻ ഇസ് ട്രൂ ഇൻ ദി ഹൈറാർക്കി ഓഫ് ഓർഗനൈസേഷണൽ കോംപ്ലക്സിറ്റി at all levels. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, the number and kinds of organism are not constant. എങ്ങനെയാണ് ഇതിനെ, ഈ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാം? എന്താണ്, നമുക്കറിയാം ഡിഫറെന്റ് ഓർഗാനിസംസ്, അതായത് ഡിഫറെന്റ് കൈൻഡ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് നമ്പർ ഓഫ് ഓർഗാനിസംസ് എങ്ങനെ വേരി ചെയ്യും, അക്കോർഡിംഗ് ടു ഡിഫറെന്റ് സീസണൽ ചേഞ്ചസ്. അതായത് ഡിഫറെന്റ് സീസൺ അനുസരിച്ച് കുറെ എന്താണ്, സീസണൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ആൻഡ് സീസണിനെ പോലെ തന്നെ വേറെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് എന്ത് പറ്റും, കുറെ സം സ്പീഷീസ് ആർ വൈപ്ഡ് ഔട്ട്. ആൻഡ് ഡീഫോറസ്റ്റേഷൻ കാരണം മറ്റ് സ്പീഷീസ്, അതായത് ഡീഫോറസ്റ്റേഷൻ ബിക്കോസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബൈ ദി ഹാൻഡ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അപ്പൊ അവർക്ക് എന്ത് പറ്റും, ഇറ്റ് കോസസ് ഡിപ്ലീഷൻ ഇൻ പോപ്പുലേഷൻ. അപ്പോ അങ്ങനെ ഡിപ്ലീഷൻ നടക്കുമ്പോ എങ്ങനെയാണ് എല്ലാത്തിന്റെയും നമ്പർ അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യാൻ പറ്റുക? കാരണം കുറെ എണ്ണം ഡിസ്ട്രക്റ്റഡ് ആവുന്നുണ്ട് ആൻഡ് കുറെ എണ്ണം ഡിസ്ട്രോയിഡ് ആവുന്നുണ്ട് ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ്, ആൻഡ് കുറെ എണ്ണം മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ആർ ഓൾവേസ് കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ല. ലോങ് ആൻസർ ടൈപ്പിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഇസ് മെയിൻ ബൈ ലിവിങ്? എന്താണ് ലിവിങ് എന്നുള്ളതിന്റെ ലിറ്ററൽ മീനിങ്? ആൻഡ് give any 4 defining features of life forms. ലോങ് ആൻസർ ടൈപ്പിൽ ക്വസ്റ്റ്യനിൽ ഞാൻ ആദ്യം ഒരു പർട്ടിക്കുലർ എക്സ്പ്ലനേഷൻ തരും. ആൻഡ് ഇത് എന്തായിരിക്കും, ഒരു ബേസിക് എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഇനി ഈ ബേസിക് എക്സ്പ്ലനേഷന് മേലെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ത്, ലോങ് ആൻസർ ടൈപ്പിന്റെ ആൻസർ. കാരണം എന്താ, ലോങ് ആൻസർ ടൈപ്പിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അതായത് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും. അതായത് ഓരോ വേർഡിന്റെ ഡെഫിനിഷനും എക്സാമ്പിൾസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പോ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽസ് ആര് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി എന്താണ് ലിവിങ് എന്ന് പറഞ്ഞാലും, അതായത് ദ എബിലിറ്റി, ലിവിങ് എന്ന് പറയുന്നത് ഒരു എബിലിറ്റി ആണ്. ആരുടെ, ഒരു ഓബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഓർഗാനിസമിന്റെ ടു സെൽഫ് റെപ്ലിക്കേറ്റ് ആൻഡ് സെൽഫ് റെഗുലേറ്റ്. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇറ്റ്സ് നോൺ ആസ് ലിവിങ്. ഇനി ഏതെങ്കിലും 4 ഡിഫൈനിങ് ഫീച്ചേഴ്സിന് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ എഴുതാൻ പറ്റും, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, സെല്ലുലാർ ഓർഗനൈസേഷൻ, എബിലിറ്റി ടു സെൻസ് എൻവയൺമെന്റ്, മൗണ്ട് എ സൂട്ടബിൾ റെസ്പോൺസ്, മെറ്റബോളിസം, എബിലിറ്റി ടു സെൽഫ് റെപ്ലിക്കേറ്റ്, സെൽഫ് ഓർഗനൈസ്, ഇന്ററാക്ട് ആൻഡ് എമർജൻസ്. ഇത്രയും കാര്യങ്ങൾ എന്തിന്റെയാണ്, ലിവിങ് ഓർഗാനിസംസിന്റെ യുണീക് ഫീച്ചേഴ്സ് ആണ്. ആൻഡ് ബാക്കി കുറച്ച് അതർ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതർ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നതാണ് ലൈഫ് സ്പാൻ, മൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുക, അഡാപ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടാവുക, വേരിയേഷൻസ് കാണിക്കുക, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. ആൻഡ് ലിവിങ് ഓർഗാനിസംസ് എന്താണ്, ദേ ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, അവർക്ക് ഇവോൾവ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട്, സെൽഫ് റെഗുലേറ്ററി, ഇന്ററാക്റ്റീവ് സിസ്റ്റംസ് ഉണ്ട്,
ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഇത്രയും കാര്യങ്ങൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? ലിവിങ് ഓർഗാനിസംസിന് കുറച്ച് യുണീക് ഫീച്ചേഴ്സ്. ഇനി 4 ഡിഫൈനിങ് ഫീച്ചേഴ്സിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണമെന്ന് വന്നിരുന്നു. ഫസ്റ്റ്, മെറ്റബോളിസം എടുക്കുകയാണെങ്കിൽ എന്താണ്? ലിവിങ് ഓർഗാനിസംസിന്റെ ഉള്ളിൽ thousands ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസ് എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. അതായത് വെദർ ഇറ്റ് ഇസ് യൂണിസെല്ലുലർ മൾട്ടി സെല്ലുലർ, മെറ്റബോളിസം ഒരു ബേസിക് ആയിട്ടുള്ള പ്രോസസ് ആണ് എല്ലാ ലിവിങ് ഓർഗാനിസംസിലും. ആൻഡ് ഇതിന്റെ സം ടോട്ടലിനെ വിളിക്കുന്നതാണ് എന്ത്? എല്ലാ കെമിക്കൽ റിയാക്ഷൻസ് സം ടോട്ടലിനെ നമ്മൾ മെറ്റബോളിസം എന്ന് വിളിച്ചു. ആൻഡ് എല്ലാ പ്ലാന്റ്സും ആനിമൽസും ഫംഗൈയും മൈക്രോബ്സും എന്ത് എക്സിബിറ്റ് ചെയ്യുന്നു? ഈ പ്രോസസ് അല്ലെങ്കിൽ മെറ്റബോളിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഒരു നോൺ ലിവിങ് ഒബ്ജക്ട്സും മെറ്റബോളിസം കാണിക്കില്ല. ആൻഡ് മെറ്റബോളിക് റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്താ? ദേ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് outside the body in cell-free system, and an isolated metabolic reaction outside the body of an organism performed in a test tube. അതിന് ഇതൊരു MCQ ആയിട്ട് ചോദിക്കാമെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഒരു മെറ്റബോളിക് റിയാക്ഷൻ, അതായത് ബോഡിയുടെ ഉള്ളിലല്ല, നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ഔട്ട്സൈഡ് ദ ബോഡി ലബോറട്ടറി കണ്ടീഷൻസിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്തൊരു മെറ്റബോളിക് റിയാക്ഷൻ നടത്തിയാൽ നമ്മൾ അതിനെ ലിവിംഗ് എന്ന് വിളിക്കണോ നോൺ ലിവിംഗ് എന്ന് വിളിക്കണോ? അതിന്റെ ആൻസർ എന്താ? ഇറ്റ് ഇസ് നീദർ ലിവിംഗ് നോർ നോൺ ലിവിംഗ്. അപ്പോ മെറ്റബോളിസം എന്താണ്? ഒരു ഡിഫൈനിങ് ഫീച്ചർ ആണ് എല്ലാ ലിവിംഗ് ഓർഗാനിസംസിന്റെയും വിത്തൗട്ട് എക്സെപ്ഷൻ. ആൻഡ് ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ്, ലാബിൽ നടത്തുന്ന ഐസൊലേറ്റഡ് ആയിട്ട് മെറ്റബോളിക് റിയാക്ഷൻസ് ലിവിംഗ് തിങ്സ് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ബട്ട് എന്തെന്ന് വിളിക്കാം? ബട്ട് ലിവിംഗ് റിയാക്ഷൻസ് നമുക്ക് വിളിക്കാൻ പറ്റും. ഇനി സെക്കൻഡ് എടുത്തിരിക്കുന്നത് എന്താ? സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലുലാർ ഓർഗനൈസേഷൻ എന്താണ്? നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും ബേസിക് സ്ട്രക്ചർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കമ്പോസ്റ്റ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. ആൻഡ് അതുകൊണ്ട് തന്നെ സെല്ലുലാർ ഓർഗനൈസേഷൻ ഒരു ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലൈഫ് ഫോംസ് നമുക്ക് പറയാൻ പറ്റും. ഇനി കോൺഷ്യസ്നെസ് എന്താണ്? എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയൺമെന്റ്, ആൻഡ് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാന്നുള്ളത്. അതായത് എൻവയൺമെന്റൽ സ്റ്റിമുലൈനോടും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക. ആൻഡ് അത് ഫിസിക്കലി ആവാം, കെമിക്കലി ആവാം, അല്ലെങ്കിൽ ബയോളജിക്കലി ആവാം. പിന്നെ കോൺഷ്യസിനെ കുറിച്ച് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി എഴുതി ചേർക്കാം. എക്സാമ്പിളിന് എന്തൊക്കെ എഴുതാം? പ്ലാന്റ്സ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, പൊല്യൂട്ടൻസ്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ സാധനങ്ങളോട് റെസ്പോൺസ് കാണിക്കുന്നതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താണ്? ഫോട്ടോട്രോപ്പിസം അങ്ങനത്തെ എല്ലാ റിയാക്ഷൻസ് ഒക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ റെസ്പോൺസ് പ്ലാന്റ്സിൽ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് കോൺഷ്യസ്നെസ്സിനെ നമുക്കൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റും. ഇനി ഫോർത്ത് ആയിട്ട് പറയുന്നത് ഇന്ററാക്ഷൻ, അതായത് എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്തിന്റെ പ്രോഡക്റ്റ് ആണ്? അണ്ടർലൈങ് ഇന്ററാക്ഷൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ആൻഡ് ഓരോ സെല്ലുലാർ ഓർഗാനിസത്തിന്റെ പ്രോപ്പർട്ടീസും എങ്ങനെയാണ്? നമുക്ക് മോളിക്കുലാർ കോൺസ്റ്റൻസിൽ കാണാൻ പറ്റില്ല. കാരണം എന്താ? they arise as a result of interactions among the molecular components, and ഈ phenomenon is true when in the hierarchy of organizational complexity at all levels. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, a scientist has come across a plant which he feels is a new species. എങ്ങനെയാണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ആൻഡ് ഫൈനലി നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നെയിം ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തറിയാം? ഒരു ന്യൂ സ്പീഷീസിനെ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ എന്തിനു ഉപയോഗിക്കും? ടാക്സോണോമിക് എയ്ഡ്സിനെ ഉപയോഗിക്കും. ആൻഡ് അതില് ബേസിക് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതായത് മോർഫോളജിക്കലി എക്സ്റ്റേണലി ഐഡന്റിഫൈ ചെയ്ത് ഇത് ഈ ഗ്രൂപ്പിലാണ് വരിക എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കണം. ആൻഡ് ഈ സയന്റിസ്റ്റ് കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഉണ്ടാക്കണം. എന്തിനെ പറ്റിയുള്ള കമ്പാരിറ്റീവ് സ്റ്റഡീസ്? അബൌട്ട് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് anatomical features with the features of existing plants present in the taxonomic aid. ഏതെങ്കിലും ഒരു ടാക്സോണമിക് എയ്ഡ് ഡിപ്പെൻഡ് ചെയ്യാം. ആൻഡ് ഇതിന്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സും അനാറ്റമിക്കൽ ഫീച്ചേഴ്സും ഏത് മറ്റ് പ്ലാന്റ്സിനോടാണ് സിമിലർ എന്ന് ഈ ടാക്സോണമിക് എയ്ഡ്സിൽ നോക്കുക. ആൻഡ് അതിനെ നെയിം ചെയ്യുക. ആൻഡ് ഫൈനലി അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത്? ഒരു ന്യൂ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് നോമൻക്ലേച്ചർ ചെയ്യാം. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന വേരിയസ് ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്തൊക്കെയാണ്?
ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്സ്, കാറ്റലോഗ്സ് എക്സെട്ര. ഇനി നോമൻക്ലേച്ചർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പഠിക്കണം ആൻഡ് അതിനെ കറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു റെഫറൻസ് കളക്ഷൻ വേണം. ആൻഡ് ഈ റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്ത് കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടത്തി നമ്മൾ ഇത് ഏത് ഗ്രൂപ്പിലാണ് വരിക എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ലോങ് ആൻസർ ടൈപ്പ് ആയതുകൊണ്ട് എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷന്റെ സിസ്റ്റംസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്, ഫൈലോജനിക് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. അറ്റ് പ്രസന്റ് ഫൈലോജനിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ്, അതായത് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സയന്റിഫിക് നെയിംസ് അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ വന്നു എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. ആൻഡ് ഈ സയന്റിഫിക് നെയിമിൽ ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും ഒക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ ആൻസർ എഴുതാൻ ന്യൂ സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ടാക്സോണോമിക് എയ്ഡ്സിന് സഹായം എടുക്കാൻ പറ്റും. ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റഡീസ് നടത്തണം. ആൻഡ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സും അനാറ്റമിക്കൽ ഫീച്ചേഴ്സും ഒക്കെ എഴുതി വെച്ച് ഡിസ്ക്രൈബ് ചെയ്ത് റെഫറൻസ് നോക്കി നമുക്ക് ഇത് ഏതിനോടാണ് സിമിലാരിറ്റി കാണിക്കാന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയാണ് ഒരു പുതിയ ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിനെയോ ആനിമൽസിനെയോ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നോമൻക്ലേച്ചർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രാസിക്ക കാമ്പസ്ട്രിസ് ലിൻ. ഇതിന്റെ കോമൺ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കോമൺ നെയിം? മസ്റ്റേർഡ്. ഇനി ഈ ഫസ്റ്റ് 2 പാർട്സ് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ബ്രാസിക്ക എന്ന് പറയുന്നത് എന്താണ്? ജീനസ് ആണ്. കാമ്പസ്ട്രിസ് എന്ന് പറയുന്നത് എന്താ? സ്പീഷീസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ആർ ദേ റിട്ടൺ ഇൻ ഇറ്റാലിക്സ്? അതിന്റെ ആൻസർ എന്താ? നമുക്കറിയാം ഒരു സയന്റിഫിക് നെയിം നമ്മൾ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ ദേ ഷുഡ് ബി സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. ഇനി ഇതേ സാധനം പ്രിന്റഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പ്രിന്റ് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ് ടു ഇൻഡിക്കേറ്റ് വാട്ട് ദെയർ ലാറ്റിൻ ഒറിജിൻ. ഇനി വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലിൻ റിട്ടൺ അറ്റ് ദി എൻഡ് ഓഫ് ദി നെയിം? എന്താണ്? നമുക്കറിയാം ലിൻ എന്ന് പറയുന്നത് അതിനെ കണ്ടുപിടിച്ച ഓതറിന്റെ നെയിം ആണ്. ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ അറ്റ് ദി എൻഡ് ഓഫ് ബയോളജിക്കൽ നെയിം ഇൻ ആൻ അബ്രിവേറ്റഡ് ഫോം. കാരണം എന്താ? ആ ഓർഗാനിസമിനെ, അതായത് ആ പ്ലാന്റിനെ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ്? ലിനേസ് ആണ്. അതുകൊണ്ട് ലിനേസിന്റെ പേര്, അതായത് അതിന്റെ ഓതറിന്റെ പേര് ജസ്റ്റ് അബ്രിവേറ്റഡ് ഫോമിൽ ലാസ്റ്റിൽ എഴുതി ചേർക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ടാക്സോണോമിക്കൽ എയ്ഡ്സ്? ഗിവ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹെർബേറിയ ആൻഡ് മ്യൂസിയംസ് ആൻഡ് ഹൗ ആർ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആൻഡ് സുവോളജിക്കൽ പാർക്സ് യൂസ്ഫുൾ ഇൻ കൺസർവിംഗ് ബയോഡൈവേഴ്സിറ്റി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ടാക്സോണോമിക്കൽ എയ്ഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് കുറെ തരം, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷനോ ടെക്നീക്സോ അല്ലെങ്കിൽ പ്രൊസീജിയറോ വിച്ച് ഹെൽപ്സ് ഇൻ ക്ലാസിഫൈയിങ് ആൻഡ് ഐഡന്റിഫൈയിങ് ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ഐഡന്റിഫൈയും ക്ലാസിഫൈയും നെയിമും ചെയ്യാനുള്ള കുറെ ഇൻഫർമേഷനും ടെക്നീക്സും പ്രൊസീജിയറും അടങ്ങുന്ന ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടാക്സോണോമിക് എയ്ഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് എനിക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? ഹെർബേറിയത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് ഹെർബേറിയം? ഇറ്റ് ഹാസ് ഡ്രൈഡ്, പ്രസ്ഡ്, പ്രിസർവ്ഡ് പ്ലാന്റ്സ്. ഏതില്? ഷീറ്റ്സിൽ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഹെർബേറിയം എന്ന് വിളിക്കും. ആൻഡ് എന്താണ്? അതായത് ഒരു പെർട്ടിക്കുലർ ഫ്ലോറ അല്ലെങ്കിൽ പ്ലാന്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും അതിൽ എഴുതി വെച്ചിരിക്കും. ആൻഡ് നമുക്ക് ഡിഫറെന്റ് മോർഫോളജി ഓഫ് പ്ലാന്റ്സിനെ പഠിക്കാൻ നമുക്ക് ഈ ഹെർബേറിയം യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റഡീസ് അതേപോലെ നടത്താൻ പറ്റും. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മ്യൂസിയംസിന്റെയും ബാക്കിയുള്ളതിന്റെയും ഇമ്പോർട്ടൻസ് ഇൻ കൺസർവേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം മ്യൂസിയത്തിൽ എന്ത് കാണാൻ പറ്റും? കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. ഇനി ഇതിനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ മ്യൂസിയത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ മോർഫോളജിക്കലി ഫീച്ചേഴ്സ് നോട്ട് ചെയ്ത് വെക്കാനും അതിന്റെ പല പല ബാക്കിയുള്ള അനാറ്റമിക്കലോ ബാക്കിയുള്ള ഫീച്ചേഴ്സോ പഠിക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമുക്ക് മ്യൂസിയം ഉപയോഗിക്കാം. ഇനി ബയോഡൈവേഴ്സിറ്റി ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. ഇതിന് താഴെ വരുന്നതാണ് എന്ത്? ബൊട്ടാനിക്കൽ ഗാർഡൻസും സുവോളജിക്കൽ പാർക്സും ഒക്കെ. ആൻഡ് ഇതെങ്ങനെയാണ്? ആനിമൽസോ പ്ലാന്റ്സോ വിച്ച് ഇസ് അബൌട്ട് ടു ബി എൻഡേഞ്ചർഡ് അല്ലെങ്കിൽ ത്രെറ്റനിങ് നേരിടുന്ന ആനിമൽസിനെയോ പ്ലാന്റ്സിനെയോ എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അതിനെ എങ്ങോട്ടേക്ക് മാറ്റും? വേറൊരു റീജിയനിലേക്ക് മാറ്റോ
അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബൊട്ടാനിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ സുവോളജിക്കൽ പാർക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുന്നതുകൊണ്ട്, അതായത് അവിടെ ആവശ്യമില്ലാണ്ട് ആൾക്കാർക്ക് കയറി പോകാനോ അവിടുത്തെ പൂക്കളോ അല്ലെങ്കിൽ ആനിമൽസിനെ കൊല്ലാനോ ഉള്ള ഇത് ഇല്ല, റൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് കൺസർവേഷന്റെ ഒരു മെത്തേഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ അവര് എന്ത് പേർപ്പസ് ആണ് സെർവ് ചെയ്യുന്നത്? ഇങ്ങനെ വംശനാശം നേരിടാൻ പോകുന്ന പ്ലാന്റ്സിനെയോ അല്ലെങ്കിൽ ആനിമൽസിനെയോ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ അങ്ങനെയാണ് ഇത് കൺസർവേഷൻ ചെയ്യുന്നത്. അപ്പൊ ആൻസറിന് ഹെർബേറിയം എന്താന്ന് പറഞ്ഞു, ഹെർബേറിയം ഷീറ്റ്സിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, മ്യൂസിയത്തിൽ എന്താണ് കാണാന്ന് പറഞ്ഞു, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു, ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷനിൽ വരുന്ന എന്ത് ബോട്ടാനിക്കൽ ഗാർഡൻസും സുവോളജിക്കൽ പാർക്സും ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ഡിഫൈൻ എ ടാക്സൺ. എന്താണ് ടാക്സണോമിക് ഹൈറാർക്കി? ഇനി ഫ്ലോ ഡയഗ്രാം ആണ് ചോദിക്കുന്നത് ഫ്രം ദി ലോവസ്റ്റ് ടു ഹയസ്റ്റ് കാറ്റഗറി. ഇനി ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഷെയർഡ് ക്യാരക്ടേഴ്സിന് എന്ത് ചേഞ്ച് വരും ആസ് വി ഗോ അപ് ദി ടാക്സണോമിക്കൽ ഹൈറാർക്കി. എന്താണ് ടാക്സൺ? അതായത് സിമിലർ ട്രേറ്റ്സ് ഉള്ള പ്ലാന്റ്സിന് അല്ലെങ്കിൽ ആനിമൽസിന് വരുന്ന ടാക്സണോമിക് ഗ്രൂപ്പിനെയാണ് നമ്മൾ ടാക്സൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് ഡിഫറെന്റ് എന്തുണ്ട്? ഡിസ്റ്റിങ് ബയോളജിക്കൽ എൻറ്റിറ്റീസ് ആണ്. ആൻഡ് അവർ ജസ്റ്റ് ഒരു മോർഫോളജിക്കൽ ആഗ്രിഗേറ്റ്സ് അല്ല. അതായത് ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ഹൈറാർക്കിയിൽ ഇവർ ക്ലാസിഫൈ ചെയ്യും ഇൻ എ സ്റ്റെപ്പ് വൈസ് അറേഞ്ച്മെന്റ്. ആൻഡ് ഇതിന് നമ്മൾ ടാക്സണോമിക് ഹൈറാർക്കി എന്ന് വിളിച്ചു. ആൻഡ് ഇതിൽ ഓരോ കാറ്റഗറീസ് ഉണ്ട്. ആൻഡ് അത് ഏതൊക്കെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ, കിങ്ഡം. ഇനി സ്പീഷീസ് എന്ന കിങ്ഡത്തിലേക്ക് പോകുന്നോറും ഈ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഗോസ് ഓൺ ഡിക്രീസിങ്. അതായത് ലോവർ ദി ടാക്സ, അതായത് സെയിം സ്പീഷീസിലെ ഓർഗാനിസം എടുത്ത് നോക്കിയാൽ അതിൽ കൂടുതൽ കോമണാലിറ്റി ഉണ്ടാവും ദാൻ നമ്മൾ സെയിം ക്ലാസ്സിലെയോ അല്ലെങ്കിൽ സെയിം കിങ്ഡത്തിലോ രണ്ട് ഓർഗാനിസംസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ആൻഡ് ആസ് വി ഗോ ഫ്രം സ്പീഷീസ് ടു കിങ്ഡം, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും? അവര് കൂടിക്കൂടി വരും. കാരണം അത്രയും ഏറ്റവും ഹയസ്റ്റ് ടാക്സിനാണ് കിങ്ഡം. അപ്പൊ അതിന്റെ താഴെ ഈ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുന്നതുകൊണ്ട് നമ്പർ എങ്ങനെ വരും? കൂടിക്കൂടി വരും. ഇനി സിക്സ്ത് ക്വസ്റ്റൻ എന്താണ്? എ സ്റ്റുഡന്റ് ഓഫ് ടാക്സോണമി വാസ് പസിൽഡ് വെൻ ടോൾഡ് ബൈ ഹിസ് പ്രൊഫസർ ടു ലുക്ക് ഫോർ എ കീ ടു ഐഡന്റിഫൈ എ പ്ലാന്റ്. അപ്പൊ ആ കുട്ടി അതിന്റെ ഫ്രണ്ടിനോട് പോയി ചോദിച്ചു, എന്താണ് ഈ പ്രൊഫസർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കീ എന്ന് പറയുന്നത്? ആൻഡ് ഈ ഫ്രണ്ട് എന്തായിരിക്കും തിരിച്ച് എക്സ്പ്ലനേഷൻ ചെയ്യാന്നുള്ളത്. അതായത് കീ എന്താണ്? കീ എന്ന് പറയുന്നത് ടാക്സോണമിക് കീനെയാണ് പ്രൊഫസർ ഉദ്ദേശിച്ചത്. ഈ ടാക്സോണമിക് കീ എന്താണെന്ന് വെച്ചാൽ ടാക്സോണമിക്കൽ എയ്ഡ്, അതായത് പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ആനിമൽസിനെ ഐഡന്റിഫൈ ചെയ്ത്, അതായത് ഏതിന്റെ ബേസിസിൽ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും അതിന്റെയും ബേസിസിൽ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ് ടാക്സോണമിക് കീസ്. ഇനി അവര് എങ്ങനെയാണ് അതായത് നമ്മളൊരു ചോയ്സ് ഉണ്ടാക്കണം ബിറ്റ്വീൻ രണ്ട് ഓപ്ഷൻസ്. അതായത് ആ രണ്ട് ഓപ്ഷൻസ് എങ്ങനെയാണ്? ഒന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത്, ഒന്ന് റിജക്ട് ചെയ്ത് നമ്മൾ അതിന്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതാണ് വരിക എന്നുള്ളത് ടിക്ക് ചെയ്യുക. ആൻഡ് ദ കീസ് ആർ ബേസ്ഡ് ഓൺ ദീസ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആൻഡ് ദേ ആർ ജനറലി ഇൻ എ പെയർ. ആൻഡ് അതിനെ വിളിക്കുന്നതാണ് കപ്ലെറ്റ്. ഇനി ഈ കീയിലെ ഓരോ സ്റ്റേറ്റ്മെന്റിനെയും നമ്മൾ എന്ത് വിളിച്ചു? ലീഡ് എന്ന് വിളിച്ചു. ആൻഡ് സെപ്പറേറ്റ് ടാക്സോണമിക് കീസ് ആർ റിക്വയർഡ് ഫോർ ഈച്ച് ടാക്സോണമിക് കാറ്റഗറി. അതായത് ഡിഫറെന്റ് ടാക്സോണമിക് കാറ്റഗറി, അതായത് ഡിഫറെന്റ് ഫാമിലി ആവാം, ജീനസ് ആവാം, അതിന് ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടാക്സോണമിക് കീസ് ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് കീസ് ആർ ജനറലി അനലിറ്റിക്കൽ ഇൻ നേച്ചർ. ഇത്രയും കാര്യങ്ങൾ എന്തിനെ പറ്റി എഴുതാം? ടാക്സോണമിക് കീസിനെ പറ്റി എഴുതാം. ഇനി മെറ്റബോളിസം എന്താണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ആർ നോട്ട് ലിവിങ് തിങ്സ് ബട്ട് ഷുവർലി ലിവിങ് റിയാക്ഷൻസ്. ഇതിനെപ്പറ്റി കമന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി മെറ്റബോളിസം ഒരു MCQ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ നമ്മുടെ ലിവിങ് ഓർഗാനിസംസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയാണ്? കെമിക്കൽസ് കൊണ്ട് ഉണ്ടാക്കിയാണ്. ആൻഡ് ഈ കെമിക്കൽസ് എന്ത് ചെയ്യും? ഇന്ററാക്ട് ചെയ്യും. ആൻഡ് ലിവിങ് ബീങ്സിന്റെ ബോഡിയിൽ കുറെ മെറ്റബോളിക് റിയാക്ഷൻസ് ഒരേ സമയം നടക്കുന്നുണ്ട്. ആൻഡ് ഇതിന്റെ എല്ലാത്തിന്റെയും സം ടോട്ടൽ നമ്മൾ മെറ്റബോളിസം എന്ന് വിളിച്ചു. ഇനി നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് മെറ്റബോളിസം കാണിക്കില്ല.
ആൻഡ് ഒരു ഐസൊലേറ്റ് ചെയ്ത മെറ്റബോളിക് റിയാക്ഷൻ നടത്തിയാൽ, അതായത് ഔട്ട്സൈഡ് ദി ബോഡി ലബോറട്ടറി കണ്ടീഷൻസിൽ നടത്തിയാൽ ദാറ്റ് ഇസ് നെയ്തർ ലിവിങ് നോർ നോൺ ലിവിങ്. അപ്പോ മെറ്റബോളിസം ലിവിങ് ഓർഗാനിസംസിൽ മാത്രമേ കാണുള്ളൂ എന്ന് വന്നു. പക്ഷെ ഐസൊലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് എന്താണ് ലിവിങ് തിങ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ലിവിങ് റിയാക്ഷൻസ് എന്നാണ് നമ്മളെങ്ങനെ വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഡു യു കൺസിഡർ എ പേഴ്സൺ ഇൻ കോമ ലിവിങ് ഓർ ഡെഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, നമുക്കറിയാം ഹ്യൂമൻ ബീങ് ലിവിങ് ബീങ് ആണ്. അതിന് പറയാനുള്ള മെയിൻ ഇതെന്താണ്, നമുക്ക് സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ട്. ആൻഡ് ഈ കോമയിലായിരിക്കും എന്താ പറ്റുക, അതായത് നമ്മുടെ ഈ സെൽഫ് കോൺഷ്യസ്നെസ്, അതായത് എബിലിറ്റി ടു റെസ്പോണ്ട് ഇല്ലാണ്ടാവാണ് ചെയ്യുന്നത്. ആൻഡ് പേഷ്യൻസ് ലൈങ് ഇൻ കോമ ഇൻ ഹോസ്പിറ്റൽസ് ആർ വെർച്വലി സപ്പോർട്ടഡ് ബൈ മെഷീൻസ്. അതാണ് നമ്മുടെ ആ പേഷ്യന്റിന്റെ മേജർ ഓർഗൻസിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് അല്ലാണ്ട് നോക്കുമ്പോൾ ആ പേഷ്യന്റ് ബ്രെയിൻ ഡെഡ് ആയിരിക്കും. ആൻഡ് അയാൾക്ക് സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, കാരണം ഇറ്റ് ഈസ് വെർച്വലി സപ്പോർട്ടഡ് ബൈ മെഷീൻസ്. ഇനി ഈ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഈ പേഷ്യന്റിനെ, സിൻസ് ഹി ഹാസ് നോ സെൽഫ് കോൺഷ്യസ്നെസ്, നമ്മൾ എന്തെന്ന് വിളിക്കാൻ പറ്റും, നമ്മൾ ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ഡെഡ്. പക്ഷേ തൗസൻഡ്സ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻസ് അയാളുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ആ ബേസിസിലാണ് നമ്മൾ കാര്യങ്ങൾ പെർസ്പെക്റ്റീവ് നോക്കി കാണുന്നതെങ്കിൽ നമ്മൾ അയാളെ എങ്ങനെ കൺസിഡർ ചെയ്യണം, ദ പേഴ്സൺ ഈസ് കൺസിഡേർഡ് ആസ് ലിവിങ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോമയിലുള്ള ഒരു പേഷ്യന്റിനെ നീദർ ലിവിങ് നോർ ഡെഡ് എന്ന് പറയാൻ പറ്റും. അതായത് ഡിഫൈനിങ് ഫീച്ചറിൽ ഒന്നായ സെൽഫ് കോൺഷ്യസ്നെസ് ഇല്ല, പക്ഷെ മറ്റൊന്നായ മെറ്റബോളിസം കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അയാൾ മരിച്ചോന്നോ ജീവിച്ചോന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ചോദിച്ചിരിക്കുന്നത്, സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി ബിറ്റ്വീൻ ഹോൾ മൂങ് ദാൽ ആൻഡ് ബ്രോക്കൺ മൂങ് ദാൽ ഇൻ ടേംസ് ഓഫ് റെസ്പിറേഷൻ ആൻഡ് ഗ്രോത്ത്. ആൻഡ് ബേസ്ഡ് ഓൺ ദീസ് പാരാമീറ്റേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം എന്തായിട്ട്, ലിവിങ് അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ട്. അപ്പൊ ഹോൾ മൂങ് ദാലിന് പ്രത്യേകത എന്താണ്, അതിനൊരു ഇൻടാക്ട് എംബ്രിയോ ഉണ്ട്. ആൻഡ് ഈ ഇൻടാക്ട് എംബ്രിയോ എങ്ങനെയാണ് റെസ്പയർ ചെയ്യുന്നത്, സ്ലോ റേറ്റിലാണ് റെസ്പയർ ചെയ്യുന്നത് ഡ്യൂറിങ് ഡോർമെൻസി ഫേസ്. അതേസമയം ഈ ഹോൾ മൂങ് ദാല് എന്ത് അബ്സോർബ് ചെയ്യും, വാട്ടർ അബ്സോർബ് ചെയ്ത് അതിന്റെ ഗ്രോത്തും ജെർമിനേഷനും ഒക്കെ നടത്തി പുതിയ പ്ലാന്റ് ആവാൻ കേപ്പബിലിറ്റി ഉണ്ട്. കാരണം എന്താ, അതിനൊരു ഇൻടാക്ട് എംബ്രിയോ ഉള്ളതുകൊണ്ട്. പക്ഷെ ബ്രോക്കൺ മൂങ് ദാൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു ഇൻടാക്ട് എംബ്രിയോ ഇല്ല. അപ്പോ അതിന് റെസ്പയർ ചെയ്യാൻ പറ്റില്ല, ജെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും, ഹോൾ മൂങ് ദാൽ ഹാവിങ് ഇൻടാക്ട് എംബ്രിയോ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, അത് ലിവിങ് ആണെന്നും, ബ്രോക്കൺ മൂങ് ദാൽ അതിന് ഗ്രോ ചെയ്യാനോ ജെർമിനേറ്റ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് നോൺ ലിവിങ് ആണെന്നും പറയേണ്ടി വരും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ടിഷ്യൂസ് ആർ നോട്ട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്സ് ഓഫ് ഇറ്റ് സെൽസ്. ഗിവ് 3 എക്സാമ്പിൾസ് ടു സപ്പോർട്ട് ദി സ്റ്റേറ്റ്മെന്റ്. അപ്പോ അതിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ബോൺ കൺസിഡർ ചെയ്യാം. ഇനി ബോൺ എന്താന്ന് പറയാം, ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് ബോൺ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഓസ്റ്റിയോസൈറ്റ്സ്, അതായത് ബോൺ സെൽസ് കൊണ്ടാണ്. ആൻഡ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു മേജർ വ്യൂവില് നോക്കുകയാണെങ്കിൽ ബോൺസിനെ ബോണിന്റെ ഫംഗ്ഷൻ എന്താ, ടു പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട്. പക്ഷെ ഈ ഓരോ സെൽസ് എടുത്ത് നോക്കിയാൽ ആ സെൽസിന് ഈ ബോണിന്റെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഓസ്റ്റിയോസൈറ്റ്സിന് ബേസിക്കലി മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഓസ്റ്റിയോസൈറ്റ്സ് അഗ്രിഗേറ്റ് ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് എന്താവും, ഫൈനലി ബോൺ ആവുമ്പോൾ ഈ ബോണിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇനി വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഡ്രൈ സർഫസ് ഓഫ് സ്കിൻ എടുക്കുകയാണെങ്കിൽ അതെന്താണ്, ഒരു കമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ആൻഡ് അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, യൂണിറ്റ്സ് എന്താണ്, ഈ ഡ്രൈ സർഫസ് ഓഫ് സ്കിന്നിന്റെ എപ്പിത്തീലിയൽ സെൽസ്. ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂ, അതായത് അറ്റ് ടിഷ്യൂ ലെവൽ എന്താണ് ഫംഗ്ഷൻ, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സ്കിൻ ഫ്രം കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സസ്. പക്ഷെ ഇതേ പ്രോപ്പർട്ടി നമുക്ക് എപ്പിത്തീലിയൽ സെൽസിൽ കാണാൻ പറ്റില്ല. ഇനി തേർഡ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബ്ലഡ് വിച്ച് ഇസ് എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. എന്തൊക്കെ ഉണ്ട് അതിൽ, RBCs ഉണ്ട്, WBCs ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇനി ബ്ലഡിന്റെ ഫംഗ്ഷൻ എന്താ, ടു ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ഇൻസൈഡ് ദി ബോഡി. പക്ഷെ ഈ ബ്ലഡ് സെൽസിന് പെർ സെ എടുക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയാ ഈ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ കൂടി ഒരു അഗ്രിഗേറ്റ് ആയി ഫൈനലി ബ്ലഡ് ആവുമ്പോഴാണ് അതിന്റെ മേജർ ഫംഗ്ഷൻ അതിന് ഫുൾഫിൽ ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്ത്,
ടിഷ്യൂസിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ കോൺസ്റ്റുവൻസ് ആയ സെൽസിന് ചെയ്യാൻ പറ്റില്ല. അതായത് പ്രോപ്പർട്ടീസ് അങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണുന്നില്ല. ഏതിന്റെ ടിഷ്യൂസിൽ കാണുന്ന എല്ലാ പ്രോപ്പർട്ടീസും സെൽസിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഈ സെൽസ് ഒക്കെ ഒരു അഗ്രിഗേറ്റ് ആയി ഇന്ററാക്ട് ആയി ഫൈനൽ ടിഷ്യൂസ് ആകുമ്പോഴാണ് അതിന്റെ ബേസിക് ഫംഗ്ഷൻ ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പോൾ അതോടെ നമ്മുടെ എക്സാംപ്ലർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. താങ്ക് യു.